മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ പ്രഭാതവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം സന്തോഷത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. നമ്മൾ യേശുവിൻ്റെ പിറവിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആഗമനകാലത്തിൻ്റെ നിറവിലാണ്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ആത്മീയമായിട്ട് സഭ നമുക്ക് 4 ആഴ്ചകൾ തന്നിട്ടുണ്ട്. ഈ ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് യേശുവിന് വേണ്ടി ആത്മീയമായിട്ട് ഒരുങ്ങാൻ ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയാണല്ലോ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥ. ഈ നിമിഷത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായവും മധ്യസ്ഥവും ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വചനം കൂടുതൽ ആഴത്തിൽ അറിയുവാനും അത് ഗ്രഹിക്കുവാനും ജീവിക്കുവാനും ഈശോ പരിശുദ്ധാത്മാവൻ അയക്കട്ടെ. നമ്മൾ ശക്തിപ്പെടുത്തുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അതിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം വചനം വ്യാഖ്യാനിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴേക്കും പ്രത്യേകമായിട്ട് നിയോഗം വെക്കാനുള്ളത്, നമ്മൾ ഈശോയ്ക്ക് ജനിക്കുവാനായിട്ടുള്ള ഇടങ്ങൾ നൽകാനായിട്ട് സാധ്യതയില്ലാത്ത ചില വ്യക്തികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുക്കമില്ലാത്തവർ, ഇതിനു വേണ്ടി വെറുതെ ഒരു റിലീജിയസ് ആക്ട് പോലെ പ്രവർത്തിച്ചു പോകുന്നവർ, ഇതൊരു സ്പിരിച്വൽ ആത്മീയമായിട്ടൊരുങ്ങാതെ ഒരു റിച്വലായിട്ട് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരുക്കമായിട്ട് പോകുന്നവരെല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് കാലത്ത് നിയോഗം വെച്ച് ഇന്ന് പ്രാർത്ഥിക്കാനുള്ളത്, ഈശോയെ അറിയാതെ, ഒരുപക്ഷെ ഈശോയ്ക്ക് ഏറ്റവും നല്ല ആത്മീയമായിട്ട് ഒരുക്കമില്ലാതെ വെറുതെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരുക്കത്തോടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒന്നൊരുങ്ങാം. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനം ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന്
യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനഭാഗം ലൂക്ക 2:4-7 വരെയുള്ള വാക്യം വായിച്ചു തീർന്ന് നമ്മൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ജന്മം നൽകി, എല്ലാം ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇവിടെ കുറച്ച് അവരനുഭവിച്ച കുറേ സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതിൻ്റെ ഒരൊറ്റ വിഷയം, ഈശോയ്ക്ക് ജന്മം നൽകാനായിട്ട് പല തടസ്സങ്ങളുണ്ടായിരുന്നു. അതിലൊരു തടസ്സം ഇന്നും നമ്മുടെ ഇടയിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾക്കറിയാമല്ലോ, അവർക്ക് യാത്രാ ക്ലേശങ്ങൾ, യാത്രാ ബുദ്ധിമുട്ടുകൾ. അവർ നസ്രത്ത് നിന്ന് ബെത്ലഹേമിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. നസ്രത്ത് നിന്ന് ബെത്ലഹേമിലേക്ക്. അങ്ങനെ ഈ ഒരു യാത്ര ക്ലേശകരമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം നസ്രത്ത് നിന്ന് ബെത്ലഹേമിലേക്ക് 90 മൈൽ ദൂരമാണുള്ളത്. 90 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കിലോമീറ്റർ കണക്ക് പറയുമ്പോഴേക്കും 145 കിലോമീറ്റർ. ഇപ്പോഴൊക്കെ സ്ഥല സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, റോഡ് സംവിധാനങ്ങൾ, ഒന്നെങ്കിൽ ബസ്, കാറ്, ബൈക്ക്, ട്രെയിന്, പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്ത് 145 കിലോമീറ്റർ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അത്ര സുഖകരമായിട്ടുള്ളൊരു യാത്രയാകില്ല. അതുകൊണ്ട് തന്നെയാണ് ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ അകത്ത് ഈ യൗസേപ്പ് പിതാവും ഗർഭിണിയായ പരിശുദ്ധ അമ്മയെയും കൊണ്ട് ഈ ഒരു യാത്ര, ബെത്ലഹേമിലേക്ക് യാത്ര വളരെ സുന്ദരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. വളരെ സുന്ദരമായിട്ട് ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലത്. ഇംഗ്ലീഷ് സിനിമയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ക്രിസ്മസ് കാലമൊക്കെ ആണല്ലോ, യൂട്യൂബിൽ കയറി അതൊന്ന് അടിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും നേറ്റിവിറ്റി സ്റ്റോറി. അപ്പോഴേക്കും ഈ ഒരു 145 കിലോമീറ്റർ ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിനെ വിലയിരുത്തി പഠിച്ചു പറയുന്നവർ പറയുക, പരിശുദ്ധമ്മ ഗർഭിണി ആയതുകൊണ്ട് അവരൊരു ദിവസം മാക്സിമം പോയാൽ 4 മുതൽ 6 മണിക്കൂർ മാത്രമാണ് യാത്ര ചെയ്യാൻ സാധ്യതയുള്ളത്. അതിൻ്റെ അപ്പുറം അവർക്ക് പറ്റില്ല. കാരണം ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഒരു കഴുതയും വിളിച്ച് കഴുതയുടെ പുറത്ത് പരിശുദ്ധമ്മയെ ഇരുത്തിക്കൊണ്ടായിരിക്കാം യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഇത്തരം ദൂരം യാത്ര ചെയ്ത് വളരെ, നമുക്കറിയാമല്ലോ ശാരീരിക ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇവര് ഈ യാത്രാ അവസരത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാർ പറയും ഏകദേശം ഇവർ 6 ദിവസം എടുത്തിട്ടായിരിക്കണം നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലെത്തിയത്. 6 ദിവസം. ഒരു ദിവസം 5-6 മണിക്കൂർ മാത്രം അവർ യാത്ര ചെയ്യും, ബാക്കി വിശ്രമം, ഉറക്കം. അങ്ങനെ 6 ദിവസം എടുത്തിട്ടുണ്ടാവും. എൻ്റെ പ്രിയമുള്ളവരെ, ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ അകത്ത് വളരെ കൃത്യമായി അവരനുഭവിച്ച ക്ലേശങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതായത് അവർ അപ്പമില്ലാതിരുന്നിട്ട് അപ്പമൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഒടിച്ച് യൗസേപ്പ് പിതാവ് കഴിക്കാതെ കഴുതയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാ? കഴുതയുടെ ആരോഗ്യം നിലനിർത്തണം. കഴുതയുണ്ടെങ്കിലേ പരിശുദ്ധമ്മയെ മരിച്ചുകൊണ്ട് കഴുതയ്ക്ക് പോകാം. അങ്ങനെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു യാത്ര തുടർന്ന് ക്ലേശങ്ങൾ സഹിച്ച് അവർ ബെത്ലഹേമിലെത്തി. ഇനിയാണ് അവരൊരു യഥാർത്ഥ ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്നത്. വളരെ വലിയൊരു ബുദ്ധിമുട്ട്. കാരണം ആ സെയിം പ്രശ്നം, ബുദ്ധിമുട്ട്
ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അന്നും ഇന്നുമുള്ള ക്രിസ്തുമസിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? ഈശോയ്ക്ക് ജന്മം നൽകാനായിട്ട് ഇടം കിട്ടിയില്ല. അതൊരു വലിയൊരു പോയിൻ്റാണത്. അവർ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് തരണം ചെയ്ത് യാത്ര ചെയ്ത് ബെത്ലഹേമിലെത്തിയപ്പോഴേക്കും ഒരു സ്ത്രീ അവക്ക് സ്വകാര്യമായിട്ട് പ്രസവിക്കാനായിട്ട് ഒരു സ്ഥലം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, അതിനേലും വലിയ പ്രതിസന്ധി വേറെ എന്താണുള്ളത് അല്ലേ? ഇടം കിട്ടിയില്ല. അതുകൊണ്ട് വചനത്തിൻ്റെ ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ അവസാനം പറയുമ്പോൾ ലൂക്കാ 2:7 പറയുന്നുണ്ട്, അവർക്ക് സ്ഥലം കിട്ടിയില്ല. നമ്മൾ വചനം വായിക്കുമ്പോഴേക്ക് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഇന്നത്തെ പോലെ ഹോട്ടലുകളോ റൂമുകളോ ഡോർമെട്രികളോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് അവർ സ്വാഭാവികമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുള്ളത് അവർ ഒന്നുകിൽ ആരെങ്കിലും സഹായം ഒരു വീടിനെ ആശ്രയിക്കും. വീട് കിട്ടിയില്ലെങ്കിൽ പിന്നീടുള്ള സാധ്യതയാണ് ഇന്നത്തെ ഹോട്ടൽ പോലെ അന്ന് കരുതിയിരുന്ന സത്രങ്ങൾ, റെസ്റ്റിംഗ് റൂമുകൾ എന്നൊക്കെ നമുക്ക് പറയാം. ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ റെസ്റ്റിംഗ് റൂമുകളുണ്ട്. അതുപോലെ അവിടെ പരിസരം ബെത്ലഹേമിൽ തെരുവീതികൾ യൗസപിതാവ് ഓടി നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഒരു 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 ആശ്രയത്തിന് വേണ്ടി, ഒരു 4 മറയ്ക്ക് വേണ്ടി യൗസപിതാവ്. ആ സിനിമയുടെ വളരെ വ്യക്തമാണ്. യൗസപിതാവ് വീടുകൾ കയറി കൊട്ടുന്നുണ്ട്, ഇത്തിരി സ്ഥലം തരുവോ, എൻ്റെ ഭാര്യയെ പ്രസവ വേദന അനുഭവിക്കുന്നു, പ്രസവിക്കണം, ഒരിടം. അപ്പം അന്നത്തെയും വളരെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാനായിട്ട് ആ ഒരു കർമ്മം നടത്തുവാനായിട്ട് അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്നതാണ്. സ്ഥലമില്ല, ഒരിടം കൊടുക്കുന്നില്ല ആരും. സത്രത്തിലും സ്ഥലം കിട്ടിയില്ല അവിടെയും. കാരണം നമ്മൾ ലോജിക്കലി ചിന്തിച്ചോ, ഈ പേരെഴുതി ചേർക്കാനായിട്ട് യൗസപിതാവും മാതാവും മാത്രമല്ല വന്നത്, നസ്രത്തിൽ നിന്ന് വളരെ അധികം പേര് വന്നിട്ടുണ്ടാകാം. അവരൊക്കെ സത്രത്തിൽ പ്രവേശിച്ച് അവർ ഓൾറെഡി നേരത്തെ വന്നിരിക്കുന്ന കൊണ്ട് അവർ അതിൻ്റെ അകത്തായിരിക്കാം, സ്ഥലമുണ്ടായില്ല. പിന്നീട് അവർക്കുള്ളൊരു സാധ്യത ഇങ്ങനെയുള്ള കാലിത്തൊഴുത്തുകളായിരിക്കാം. അതും ആരുടെയെങ്കിലും കാരുണ്യത്തിൻ്റെ ശക്തിയാൽ മാത്രമാണ് അവർക്കൊരു സത്രത്തിൽ നിന്ന് സ്ഥലം കിട്ടാതെ കാലിത്തൊഴുത്തിലേക്ക് മാറുന്നത്. അന്ന് അവിടെ ബെത്ലഹേമിലേക്ക് ആട്ടിടയന്മാരും കന്നുകാലികളൊക്കെ ധാരാളമുള്ളത് കൊണ്ട് മിക്ക വീടുകളിലും ഈ കാലിത്തൊഴുത്തുണ്ടാകും, ആലയുണ്ടാകും. ആലയായിരിക്കാൻ സാധ്യത. അവിടെയാണ് ആടുകളെ അവർ പാർപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഈശോയ്ക്ക് ജന്മം നൽകാൻ ഇടം കിട്ടിയില്ല. ഇന്നും നമ്മുടെ ഇടയിൽ ഈ 2024 ക്രിസ്തുമസിലേക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോഴേക്കും ഇന്നും ഉള്ളൊരു വിഷയം എന്താണ്? ഈശോയ്ക്ക് ജന്മം നൽകാനായിട്ട് ഒരു ഇടമില്ല എന്നതാണ്. 10,000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞില്ലെങ്കിൽ അതെന്തൊരു ക്രിസ്തുമസ് എന്നുള്ളൊരു വലിയൊരു ഉദ്ധരണി നമ്മളാരും മറക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു ആഗമന കാലത്ത് 4 ആഴ്ച തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? സഭയ്ക്ക് ഒരു ആക്ടിവിറ്റി ജനങ്ങൾക്ക് കൊടുത്തേക്കാം എന്ന് കരുതിയല്ല. 4 ആഴ്ച, കൃത്യം പറഞ്ഞാൽ ഇപ്പോൾ 24 ദിവസം സഭ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈശോയ്ക്ക് പിറക്കാനായിട്ട് ഒരിടം ഒരുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ സഭയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇരിക്കട്ടെ വെറൈറ്റിക്ക് വേണ്ടി ഒരു ആഗമനകാലം അല്ല. ഡിസംബർ 24 പാതിര കുർബാന അർപ്പിച്ച് അല്ലെങ്കിൽ 25 രാവിലെ പ്രഭാത കുർബാനയ്ക്ക് ചെന്ന് നമ്മൾ അതിൽ പങ്കുചേരുമ്പോഴേക്കും ഈശോ പള്ളിയിലെ പുൽക്കൂട്ടിലും എൻ്റെ വീടിലെ പുൽക്കൂട്ടിലും മാത്രമല്ല ജനിക്കേണ്ടത്. ഈ ഒരു 24 ദിവസം കൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. എന്തിന്? ഈശോയ്ക്ക് പറക്കാനായിട്ട്, ഒരു നല്ല ഇടത്തിന് വേണ്ടി, നല്ലൊരു ഹൃദയത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആഗമന കാലത്ത് കുട്ടികളുടെ ആക്ടിവിറ്റി ആയിട്ട്
കുട്ടികൾക്കൊക്കെ ഒരുങ്ങാനായിട്ട് നമ്മളൊരു ചാർട്ടൊക്കെ ക്രമീകരിച്ച് 1-ാം ദിവസം ഉണ്ണീശോയ്ക്ക് ഒരു ഉടുപ്പ് എന്ന് പറഞ്ഞ ഒരു സത്പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു നന്മ പ്രവൃത്തി, അല്ലെങ്കിൽ ചെറിയ പ്രാർത്ഥനകൾ, ചെറിയ സുഹൃത ജപങ്ങൾ, സഹായങ്ങൾ, ചില ത്യാഗപ്രവൃത്തികളെ കൊടുക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കുകയാണ് ഈശോയ്ക്ക് ഒരു ഇടം കിട്ടാൻ വേണ്ടി ജനിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് ഒരു ഇടം കൊടുക്കാം പിറക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിൽ. അവിടെ ഇവിടെയൊന്നുമല്ല, അവരുടെ ഇവരുടെയൊന്നുമല്ല, അവിടെയോ ഇവിടെയോ അല്ല. എൻ്റെ ഹൃദയത്തിൽ ഒരിടം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേലും വലിയൊരു ഗിഫ്റ്റ് ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട. അതിന് ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മളുടെ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് വിശുദ്ധ യൗസപിതാവും പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാഖമാരും എല്ലാ സ്വർഗീയ വ്യൂഹങ്ങളോടും ചേർന്ന് നമുക്ക് പ്രത്യേകം അവരുടെ സഹായവും മാധ്യസ്ഥവും വഹിച്ചു പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? ഈ ഒരു ആഗമന കാലത്ത് ഈശോയെ, അങ്ങയുടെ പിറവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഈശോ പിറക്കേണ്ടത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പിറക്കുവാനായിട്ട് നല്ലൊരു ഹൃദയം ഞങ്ങളുടെ ശരീരത്തിൽ ഒരുക്കാനായിട്ട്, ആത്മീയ തലത്തിൽ വളരാനായിട്ട് ഈശോയെ ഞങ്ങളെല്ലാവരെയും വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, അതുപോലെ നമ്മുടെ നാമത്തിലുള്ള മധ്യസ്ഥ, കാവൽ മാലാഖമാർ എല്ലാവരും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഒരുക്കണമേ എന്ന്, ഞങ്ങൾ ഒരുക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് എപ്പോഴും തുറന്നു തരണമേ എന്ന് പ്രത്യേകമായിട്ട് അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, അവരെല്ലാവരെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, സഹായം യാചിച്ചു കർത്താവിന് മുമ്പിൽ നമുക്ക് ഈ പ്രാർത്ഥന സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പുത്രൻ യേശു മണ്ണിൽ ഇന്നു പിറന്നു. എത്ര സുന്ദരൻ, എത്ര കോമളൻ, ഇമ്മാനുവേൽ ദൈവവചനം. മറിയത്തിൻ പുത്രൻ യേശു മണ്ണിൽ ഇന്നു പിറന്നു. എത്ര സുന്ദരൻ, എത്ര കോമളൻ, ഇമ്മാനുവേൽ ദൈവവചനം.
തന്നെ വിണ്ണിന്നധിപൻ മണ്ണിൽ ദാസൻ വാഗ്ദത്തപുത്രൻ ജാതനായി ഹൃദയം തുറക്കാം വരുവിൻ വരവേൽക്കാം വന്യനാം പൈതലെ വാഴ്ത്താം ഹൃദയം തുറക്കാം വരുവിൻ വരവേൽക്കാം വന്യനാം പൈതലെ വാഴ്ത്താം. പൊൻപ്രഭ വീശി വീശി സ്വർഗീയ താരം തെളിയുന്നവൻ കുഞ്ഞിളം കൈകൾ നീട്ടി നീട്ടി വിണ്ണിൻ സ്നേഹം ചൊരിയുന്നവൻ പാരിൻ്റെ ഈശോ പൊന്നുണ്ണിയേശു മറുമലരായെന്നിൽ വിടരൂ പാരിൻ്റെ ഈശോ പൊന്നുണ്ണിയേശു മറുമലരായെന്നിൽ വിടരൂ മറിയത്തിൻ പുത്രൻ യേശു മണ്ണിൽ ഇന്നു പിറന്നു എത്ര സുന്ദരൻ എത്ര കോമളൻ ഇമ്മാനുവേൽ ദൈവവചനം മറിയത്തിൻ പുത്രൻ യേശു മണ്ണിൽ ഇന്നു പിറന്നു എത്ര സുന്ദരൻ എത്ര കോമളൻ ഇമ്മാനുവേൽ ദൈവവചനം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോഴേക്കും കർത്താവിൻ്റെ ആശീർവാദത്തോടു കൂടി തുടങ്ങാൻ വളരെ കൃപയില്ല. പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാരോടും ബിഷപ്പന്മാരോടും അൽമായരോടും സന്യാസികളോടും ചേർന്ന് നമുക്ക് വലിയൊരു കൃപയാൽ ഇന്നത്തെ ദിവസം അനുഗ്രഹീതമാകട്ടെ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി വളരെയധികം പേര് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം മരിയൻ കൂടാരത്തിൽ ജപമാല സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ എല്ലാവരും നിയോഗങ്ങൾ സമർപ്പിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രഭാത വരുന്നതിലൂടെ കൂടുതൽ ശക്തിപ്പെടാം, ബലപ്പെടാം, ഐക്യപ്പെടാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.